ഡോക്ടർ ആത്മാറാം ഒരു ആയുർവേദിക് പ്രാക്ടീഷണറാണ് ആറ്റിങ്ങൽ. ഇന്നത്തെ എൻ്റെ വിഷയം പൂർണ്ണ ആരോഗ്യത്തിന് എന്തൊക്കെ ആഹാരം എപ്പോഴൊക്കെ കഴിക്കണം എന്ന് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി ഈ പറയുന്നതിന് മുമ്പായി സീനിയർ സിറ്റിസൺസ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവരും സശ്രദ്ധം ഇത് കേട്ട് അനുഷ്ഠിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്ക് സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിക്കാതിരിക്കാൻ പറ്റുകയില്ല. അത് ആയുർവേദ ശാസ്ത്രത്തിലൊക്കെ പറയുന്നു എന്നുള്ളതിനെ കുറച്ചുകൂടി അഴിവായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടെ മാത്രമാണ് അത് പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനം കൂടി തരുന്നതാണ്. ആദ്യമായി ഒരു വ്യക്തി പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുന്നതിന് എത്ര ദിവസം എത്ര നേരം ഒരു ദിവസം ആഹാരം കഴിക്കണം? അതിന് ആചാര്യം പറയുന്ന അഗ്നിഹോത്ര പ്രകാരം. അഗ്നിഹോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും നടപ്പിലുള്ള ഒരു പൂജാക്രമമാണ്. അത് അനുഷ്ഠിക്കുന്ന എല്ലാ വ്യക്തികളും രാവിലെയും വൈകിട്ടും മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ. ഉച്ചയ്ക്ക് ആഹാരം വളരെ ലഘുവായിട്ട് പഴങ്ങളോ പഴച്ചാറോ മാത്രമാക്കി ചുരുക്കും. സായം പ്രാതർ മനുഷ്യാണം അശനം ശ്രുതിചോദിതം ന അന്തരോ ഭോജനം കുര്യാത് അഗ്നിഹോത്ര സമോവിധി. സായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടും, പ്രാതർ രാവിലെ. അപ്പം സായം പ്രാതർ മനുഷ്യാനാം അശനം, ഈ രണ്ടു നേരം രാവിലെയും വൈകിട്ടുമായി ആഹാരം ചുരുക്കി കഴിക്കുന്നതിന് അഗ്നിഹോത്ര വിധി എന്ന് പറയാം. അഗ്നിഹോത്രം എന്ന് പറയുന്ന ഒരു കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ രണ്ടു നേരം ആഹാരം കഴിക്കാൻ സമയം കിട്ടുകയില്ല. മൂന്നാമത്തെ ഭക്ഷണത്തിനുള്ള സമയം കിട്ടുകയില്ല. അതായത് സൂര്യ അസ്തമിച്ചതിന് ശേഷം ആഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിധി. അതൊരു നല്ല ചിട്ടയുമാണ്. ദഹനം സുഗമമാക്കാൻ ഏറ്റവും നല്ലത് വൈകിട്ട് 6-നും 7-നും ഇടയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ച് അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് പ്രായമായവർക്ക്. അപ്പോൾ ഈ അഗ്നിഹോത്ര പ്രകാരം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മെച്ചം രാവിലെ ഒരു 9:30-10 മണിക്കകത്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ലഘുവായിട്ടുള്ള പഴച്ചാറോ കരിക്കും വെള്ളമോ അല്ലെങ്കിൽ നേർപ്പിച്ച മോരോ എന്തെങ്കിലും കഴിക്കാം. അതുകൊണ്ട് രാവിലെ കഴിക്കുന്ന ആഹാരത്തിന് പൂർണ്ണ ദഹനം കിട്ടുകയും 7-8 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ അത് 6 മണിക്കൂർ കൊണ്ട് ദഹിച്ച് 2 മണിക്കൂർ കൊണ്ട് ശരീരത്തിൽ സ്വാംശീകരിച്ച് അത് എനർജി ലെവലിൽ നല്ല ഉന്മേഷം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും അടുത്ത ആഹാരം അവനവൻ്റെ യുക്താനുസരണമുള്ള ആഹാരങ്ങൾ എളുപ്പം ദഹിക്കുന്നതായിട്ട് ഉള്ളത് തിരഞ്ഞെടുത്ത് വൈകിട്ട് 6 മണിക്കും കഴിക്കാവുന്നതാണ്. ഈ അഗ്നിഹോത്ര പ്രകാരം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ദഹന സംബന്ധമായ യാതൊരുവിധ അസുഖങ്ങളും സാധാരണഗതിയിൽ വരാറില്ല. അഥവാ വന്നാൽ തന്നെ ഒരു നേരത്തെ ആഹാരം വൈകിട്ടോ രാവിലെ ഉള്ളതെന്ന് ലഘുവാക്കി കൊടുത്താൽ മാത്രം മതി. ദഹന പ്രക്രിയ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കും. അതിന് ആചാര്യം പ്രത്യേകിച്ച് എടുത്തൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വൈദ്യാനാം ഹിത ഭുക് മിത ഭുക് രിപു. വൈദ്യന്മാർക്ക് ഹിതവും മിതവുമായിട്ട് ആഹാരം കഴിക്കുന്നവൻ ശത്രുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിതവും മിതവുമായിട്ട് ആഹാരം കഴിക്കുന്നവന് യാതൊരു രോഗങ്ങളും വരില്ല. അവൻ വൈദ്യൻ്റെ ശത്രുവാണ്. അവൻ വൈദ്യനെ അന്വേഷിച്ച് ചെല്ലുകയില്ല. അത് ഹിതവും മിതവുമായ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചുള്ള പ്രസക്തിയാണ് പറയുന്നത്. അടുത്തതായി ആചാര്യം വീണ്ടും പറയുന്നത്, ശക്യതേ അപ്യന്നമാത്രേണ നരഹ കർത്തും നിരാമയ. ആഹാരം മാത്രം ക്രമീകരിച്ച് രോഗശാന്തി നേടാവുന്നതാണ്. ശക്യതേ അപ്യന്നമാത്രേണ നരഹ കർത്തും നിരാമയ. നിരാമയ എന്ന് വെച്ചാൽ യാതൊരു രോഗവുമില്ലാതെ ആഹാര നിയന്ത്രണം കൊണ്ട് മാത്രം രോഗങ്ങളെ മാറ്റിയെടുക്കാം. ഇത് ആയുർവേദാചാര്യൻ യോഗ രത്നാകരം എന്ന് പറഞ്ഞ ബുക്കിൽ വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും പറയുന്നുണ്ട്. അടുത്തതായി ആഹാരോ മഹാഭൈഷജ്യമുച്യത.
ആഹാരമാണ് ഏറ്റവും വലിയ മരുന്ന്. അതായത് നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരവും നമുക്ക് ഔഷധങ്ങൾക്ക് തുല്യമായിട്ട് ഉള്ള ചേരുവകളോടുകൂടി കഴിക്കുകയാണെങ്കിൽ, അതായത് ഔഷധ ഗുണങ്ങളോടുകൂടി ഉള്ള ആഹാരങ്ങളാണ് നമ്മൾ ശീലിക്കുന്നതെങ്കിൽ മറ്റൊരു ഔഷധത്തിൻ്റെയും ആവശ്യമില്ല. ഔഷധങ്ങളുടെ ഉദ്ദേശിക്കുന്നത് വിറ്റാമിനുകളും പോഷകങ്ങളായ മറ്റ് കാര്യങ്ങളും പ്രോട്ടീനും ഫാറ്റും പിന്നെ സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉൾപ്പെടുന്ന സമ്പൂർണമായ സന്തുലിതമായ ഒരാഹാരക്രമം ശീലിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെ ആഹാരോ മഹാഭൈഷജ്യമുച്ചത്, ആ ആഹാരം ഏറ്റവും വലിയ മരുന്നായി തന്നെ തീരുന്നതാണ്. അടുത്തതായി ആചാര്യൻ പറയുന്നത്, പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് താമസിക്കുന്ന പല സീനിയർ സിറ്റിസൺസും കാണും. ഭാഗ്യദോഷം കൊണ്ട് ഭാര്യയോ ഭർത്താവോ വേർപെട്ട് പോയിട്ട് ഒറ്റയ്ക്ക് യൂസിക്കുന്നവർക്കൊക്കെ സുഹൃദർശനം ഔഷധം. സുഹൃദർശനം, ഒരു സുഹൃത്തിനെ കാണുകയോ സംസാരിക്കുകയോ ഇല്ലെങ്കിൽ പക്ഷി മൃഗാദികളെ വളർത്തി അവരുമായിട്ട് നമ്മൾ ഒന്ന് ഇടപഴകിയതിന് ശേഷം ആഹാരം കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ ഉദ്ദീപിപ്പിക്കുകയും സുഗമമായ ആഹാര ദഹനം സാധ്യമാക്കുകയും ചെയ്യും. അതാണ് ആചാര്യൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് സുഹൃദർശനം ഔഷധം. അത് ഏകാന്തമായിട്ട് വസിക്കുന്നവർക്കാണ് പ്രത്യേകിച്ച് വേണ്ടി വരുന്നത്. അല്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇടപഴകിയിട്ട് ചെയ്യാവുന്നതാണ്. കലഹപ്രിയരാണെങ്കിൽ അവിടെയും പ്രശ്നം ഉണ്ടാക്കാം. അത് കൂട്ടുകാരുടെ സാമീപ്യം രോഗശമനം ഉണ്ടാക്കും. അതുപോലെ